എനിക്ക് ഈ വഴിയിൽ സഞ്ചരിച്ചപ്പം എനിക്ക് തോന്നിയ മനസ്സിലായ കാര്യം ഈ അയാളുടെ നമ്മുടെ ബോഡീനെ കുറിച്ച് നല്ല അവയർനെസ് വേണം. മീൻസ് ഒരു മെഡിക്കൽ ഇതിൽ പഠിക്കുന്ന മാതിരിയിട്ട് ആ ശരീരശാസ്ത്രത്തെക്കുറിച്ചിട്ടും മനസ്സിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചിട്ടും നല്ല അവയർനെസ് വരണം ഈ വഴി സഞ്ചരിക്കുമ്പോഴത്തേക്ക്. അവയർനെസ് വരണമെന്നല്ല, ആ വഴി പോകുമ്പോഴത്തേക്ക് അറിയാതെ നമ്മൾ അതിലേക്ക് പോകും. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം നമ്മൾ പലതരം ഈ പറഞ്ഞ കണക്ക് സങ്കല്പങ്ങളും അതും ഇതും പഠിക്കുമ്പോൾ കുറേ സൈക്കോളജിസവും അതും ഇതുമൊക്കെ വയ്ക്കും. അപ്പം അതും ഇതുമൊക്കെ നമ്മൾ അതിലേക്ക് കൂടെ ട്രാവൽ ചെയ്യും. അപ്പം ശരിക്കും എനിക്ക് വട്ടാണോ അതോ ഈ മറ്റൊർക്ക് വട്ടാണോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മനസ്സിൻ്റെ പല പല ഫ്ലെക്സിവേഷനുകളുണ്ടല്ലോ. ആ ഫ്ലെക്സിവേഷനെ കുറിച്ച് എല്ലാം പഠിക്കും. അപ്പോൾ മനസ്സിൻ്റെ ശാസ്ത്രവും എല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഈ പറഞ്ഞ കണക്ക് ഞാനിപ്പോൾ സങ്കല്പത്തിലാണോ അതോ ഒരു റിയാലിറ്റിയിലാണോ. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് നോക്കുമ്പോൾ അവരുടെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അവർക്ക് പല പല നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന തന്നെ ഒരു ഡിസീസ് ഉള്ളവരായിട്ടാണ് മിക്കപ്പോഴും അവരുടെ കൺക്ലൂഷനിൽ ചെന്നെത്തുക. അപ്പോൾ ഇതും പഠിക്കണം. അത് കഴിഞ്ഞ് ശരീരശാസ്ത്രം, കാരണം നമ്മുടെ മെറ്റബോളിസത്തിലാണല്ലോ കംപ്ലീറ്റ് നടക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾക്ക് ഈ നല്ല ശോധന നല്ലതായിരിക്കുമ്പോഴത്തേക്ക് ശരിക്കും ആയുർവേദത്തിലൊക്കെ എനിക്ക് തോന്നുന്നു അതാണ് ചെയ്യുന്നത്. ഒരാൾ ഡിപ്രസ്ഡ് ആകുമ്പോഴത്തേക്ക് ശരിക്കും അവർ വയറിളകാനുള്ള മെഡിസിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഓൾറെഡി അപ്പോൾ ആ തോട്ടുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതാണ് ശരീരവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിപ്രസ്ഡ് ആയിട്ടാകുന്നു, ശരിക്കും നമ്മൾ ഔട്ട്സൈഡുള്ള കാര്യങ്ങളെ ബ്ലെയിം ചെയ്യുന്നത്. ഇത്തരത്തിൽ അയാളുടെ ബോഡിയിൽ തന്നേക്കും അതിൻ്റെതായ ഇതുണ്ട്. അപ്പോൾ ശരീരശാസ്ത്രത്തെക്കുറിച്ചിട്ട് അയാൾക്ക് നന്നായിട്ട് അറിവുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ അയാൾ അറിവുള്ള ആളായി മാറും, അല്ലെങ്കിൽ ആ വഴി സഞ്ചരിക്കണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ എത്തിയിട്ടുള്ള എല്ലാവരും ഈ തിരിച്ചറിവും കൂടി അവർക്കറിയാതെ തന്നെ അല്ലെങ്കിൽ അതിലൂടെ തന്നെ പോകേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതുണ്ട്. അതാണ് ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയണമല്ലോ. നമ്മളുടെ ബോഡിയിൽ, നമ്മുടെ നെർവിൽ എന്താണ് സംഭവിക്കുന്നത്, ആ കെമിക്കൽസിൻ്റെ ആ മാറ്റം എന്തുവാണ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരാളെ ശരീരശാസ്ത്രം ഇപ്പം ഞാനിപ്പം ബോധപ്രാപ്തിന് വേണ്ടി പഠിക്കുന്നു എന്ന് പറയുന്ന ഒരാളുടെ കാര്യമല്ല തരത്തിലേ പറയുന്നത്. അപ്പോൾ അയാൾ ഇന്നതൊക്കെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ പിന്നെ MBBS ഇതൊക്കെ എടുത്തവർ ഓൾറെഡി ആകേണ്ടതായിരുന്നു. അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ വഴിയോട് സഞ്ചരിക്കുമ്പോൾ ശരിക്കും ഒരു സാധകൻ ആ ശരീരശാസ്ത്രത്തെക്കുറിച്ച് കൂടെ അവയർനെസ് ഉള്ള ആയിരിക്കേണ്ടതുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ശരീരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ റിപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഫോം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു ലേറ്റർ സ്റ്റേജിലാണ്. ഈ സാധനയുടേതായ സ്റ്റേജിലൊന്നും അങ്ങനെ മനസ്സിലാവണമെന്നൊന്നുമില്ല. റോബ്സൺ പറഞ്ഞതുപോലെ അതും കൂടെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ബോധമെത്തും, തീർച്ചയായിട്ടും ആ ബോധത്തിലെത്തും. നമ്മുടെ ശരീരത്തിലെ ആ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാത്തിൻ്റെയും റിപ്ലിക്കേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നൊരു സാധനം എല്ലാവരുടെയും ശരീരത്തിൽ, ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടെന്നും അത് നിരീക്ഷിക്കാൻ തന്നെ പല കാര്യങ്ങളും, സൂക്ഷ്മമായിരിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാനും സാധിക്കും. പക്ഷെ അതൊരിക്കലും നമ്മുടെ പഠനത്തിൽ കൂടെയല്ല, വീണ്ടും നമ്മുടെ എഫർട്ട് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ റോബ്സൺ പറയുന്നതിനകത്തൊരു എഫർട്ട് പ്രധാനമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു എഫർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ എഫർട്ട് എടുത്തില്ലെങ്കിൽ ഇച്ചിരി ഈ ബോധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മളറിയാതെ തന്നെ അതിലേക്ക് പോകുന്നുണ്ട്. അത് പഠിച്ച് ശരീരത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് നമ്മളൊരു മൈൻഡ്ഫുൾനെസ്സിനകത്തേക്ക് വരുമ്പോൾ, ശ്രദ്ധയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ശരീരവും അവഗണിക്കപ്പെടുന്നില്ലല്ലോ. ശരീരത്തിനകത്താണ് ഞാനെന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇപ്പോൾ വേദാന്തത്തിൻ്റെ തുടക്കത്തിൽ വേദാന്തികൾ ശരീരത്തെ നിഷേധിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരം നശ്വരമാണ്, ശരീരം അനിത്യമാണ്, ശരീരമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സത്യമാണ്, പക്ഷേ അത് പഠിക്കാൻ കൊള്ളാവുന്നൊരു സത്യമല്ല. കാരണം ശരീരത്തിനകത്ത് ഞാനിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ കൂടെയാണ് ശരീരത്തിനെ നിഷേധിക്കാൻ തയ്യാറാകേണ്ടത്. ഞാൻ ഈ ശരീരത്തിനകത്താണ്, ഞാൻ പക്ഷേ അതല്ല എന്ന് തിരിച്ചറിയണം. മനസ്സിലായില്ലേ?
പക്ഷെ അത് ആ ശരീരത്തിലെ ഓരോ നാഡികളിലും ഓരോ സെല്ലുകളിലുമുള്ള സ്പന്ദനങ്ങളും അതും ഇതുമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ഈ ശരീരമല്ല എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്, ശരീരത്തിലാണ് ഞാനെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. കാരണം ബോധപ്രാപ്തിയുടെ ഒന്നാമത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ സാർവത്രികമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത്. നമ്മുടെ സ്ഥാനീയമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാവുന്നില്ല, മറിച്ച് എല്ലായിടത്തും നമ്മളിങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുമ്പോൾ ഒരു വലിയൊരു ഹാലൂസിനേഷൻ പോലുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ ശരീരത്തിലുണ്ട് എന്ന് എന്നെ പഠിപ്പിക്കേണ്ട ഒരവസ്ഥ വരുന്നു. നരേന്ദ്രന് രാമകൃഷ്ണദേവൻ്റെ ഒരു സ്പർശനം കൊണ്ട് ഒരു വളരെ ചുരുങ്ങിയ സമയത്തേക്ക് ഈ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിടന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ അമ്മയച്ഛനും കൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം വെള്ളം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലായിടത്തും താൻ നിറഞ്ഞിരിക്കുന്നതായിട്ട് ബോധ്യപ്പെടുമ്പോൾ തന്നെ ആ ഒരു ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥ മനസ്സിനകത്തുണ്ടാകുന്നുണ്ട്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഞാൻ എൻ്റെ ശരീരത്തിനകത്ത് ഇരിക്കുകയാണ്. I am present in this body and I am doing this, I am doing that, I am doing that എന്നുള്ള ഒരു ബോധത്തോടു കൂടിയുള്ള ശാരീരികമായിരിക്കുന്ന പ്രവർത്തനം. ഞാനിതിപ്പോൾ ചിന്തിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ചിന്ത നമ്മളെ കൊണ്ട് പോവുകയല്ല, ഞാൻ ചിന്തയെ ഉപയോഗിക്കുകയാണ്. ശരീരം നമ്മളെ കൊണ്ട് പോവുകയല്ല, ഞാൻ ശരീരത്തെ ഉപയോഗിക്കുകയാണ്. ശരീരത്തിലെ തൃഷ്ണകളെ ഞാൻ ഉപയോഗിക്കുന്നു, അല്ലാതെ തൃഷ്ണകളെ എന്നെ കൊണ്ട് പോവുകയല്ല. അപ്പോൾ അതിനാണ് ഒരു അൾട്ടിമേറ്റായിട്ടൊരു സ്റ്റേറ്റ്, ഒരു ബുദ്ധൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരീരത്തെ ഉപയോഗിക്കുന്ന സ്റ്റേറ്റാണ്. ശരീരം ഉപയോഗിക്കുന്നതാണ്, ശരീരം ഒരു ടൂളാണ്. അല്ലാതെ ഒരിക്കലും ശരീരത്തിനെ പഠിച്ച് ശരീരശാസ്ത്രവും പഠിച്ച് ഇത് മുഴുവൻ തിരിച്ചറിഞ്ഞ് ഈ മനഃശാസ്ത്രം മുഴുവൻ പഠിച്ച് ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് നമുക്കിതെത്താൻ പറ്റില്ല. ആ സമയങ്ങളാണെന്നുള്ളത് നമ്മുടെ യാത്രയുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം പോകുക എന്നുള്ളതാണ്. റോബ്സൺ പറഞ്ഞത് സാങ്കല്പികമായ ബോധത്തിലേക്ക്, സങ്കല്പമാണെങ്കിൽ സങ്കല്പമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ആ ബോധത്തിലേക്ക് പോവുക. അത് എത്തുന്നവരെ സങ്കല്പം മാത്രമാണെന്ന് വിചാരിച്ചുകൊള്ളുക. ബോധത്തിൽ എത്തുമ്പോൾ സങ്കല്പമല്ല എന്ന് തിരിച്ചറിയേണ്ടി വരട്ടെ. എന്നല്ലാതെ സങ്കല്പം ആയിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടീഷൻഡ് ആവും. അപ്പം അങ്ങനെ കണ്ടീഷനിങ് പോലും ഇല്ലാതെ ബോധത്തിലേക്ക് നടക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ശരീരത്തിന് പ്രാധാന്യമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ശരീരശാസ്ത്രം മുഴുവൻ പഠിച്ചുകൊണ്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരീരത്തെ നിരീക്ഷിച്ചാൽ മാത്രം മതി. അല്ല, നേരത്തെ പറഞ്ഞ ആൾക്ക് ഈ എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നത് സാധാരണ ആൾക്കാരെല്ലാം ഈ പലപ്പോഴും ഈ ഇത് കരയാറുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞൊക്കെ എവിടെയാണ് ഈ പല പല എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അയാളുടെ മകന് വേണ്ടിയിട്ടോ മകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടോ രാജ്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും. അത് ഈ പറഞ്ഞ കണക്കുള്ള എവിടെയാണ് ഉറപ്പിക്കുമെന്ന് പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസിലൂടെയാണല്ലോ ഈ കടന്നു പോകുന്നത്. അവസാനം ഒരു കരച്ചിലും ആയിരിക്കും. ഈ നേരത്തെ പറഞ്ഞൊക്കെ ഇപ്പം ബോധം വികസിക്കുമ്പോൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഒരുപാട് കഴിവുകളുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. പലയിടത്തായിട്ട് അവരിങ്ങനെ നടന്ന അവസാനം എല്ലായിടത്തും തിരസ്കരിക്കപ്പെട്ട് ഞാനൊരു സാധാരണ ഒരു ജേണിയാണ് പറയുന്നത്, അനുഭവങ്ങളുടെ ജേണി. ഇതും ഈ പറഞ്ഞ കണക്ക് അതിലേക്ക് ഒരു ട്രാവലാണല്ലോ അല്ലേ. അവസാനം ഒരു പൊട്ടിക്കരച്ചില്ലായിരിക്കും, ഒന്നും ഞാൻ നേടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ആയിരിക്കും ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാളെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിന് ഈ പറയണ ഒരു ബോധത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു എക്സ്പാൻഡേഷനാണ് അവിടെ ശരിക്കും നടന്നിട്ട്. നേട്ടം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. എനിക്കെന്തോ നേടാനുണ്ട് എന്ന് തോന്നുന്നത് എന്നിലുള്ള ഇല്ലായ്മയെക്കുറിച്ചുള്ള ധാരണ കൊണ്ടാണല്ലോ. അല്ല, ഞാൻ പറയാം നേടിയെന്നുള്ളതല്ല, ഒരു നേടൽ ഒന്നും അല്ല, അത് ഒന്നും ഉപയോഗപ്രദമല്ലല്ലോ എന്നാണല്ലോ സാധാരണ മനുഷ്യൻ്റെ എല്ലാ തോട്ടും അങ്ങനെയാണല്ലോ. അവരൊരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടാതാകുമ്പോഴത്തേക്ക് ദുഃഖത്തിൽ മരിക്കുന്നു, അങ്ങനെയാണല്ലോ. അപ്പം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന അനുഭവം. സമൂഹത്തിന് വേണ്ടി ട്രൈ ചെയ്തു, ഒന്നും അവർ തിരിച്ചു കൊടുത്തില്ല. രാജ്യത്തിന് വേണ്ടി ട്രൈ ചെയ്തു, തിരിച്ച് ചിലപ്പം നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. അപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞ കണക്ക് അനുഭവങ്ങൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു സ്റ്റേറ്റിലേക്ക്. അപ്പം ഈ നമ്മുടെ കണ്ണിന് തോട്ടിനും കാണാൻ പറ്റുന്ന ഒരു ജേണിയാണ് ഞാൻ പറയുന്നത്. അവരും ശരിക്കും ഈ ബോധത്തിലേക്കാണ് ഈ ശരിക്കും
എല്ലാവരും ബോധത്തിലേക്കാണ്. ഇപ്പോൾ കൊണ്ട് അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖത്തിലായിരിക്കും അയാൾ ഇടം മരണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബോധം എന്നൊരു സങ്കല്പമായിട്ട് തന്നെ കരുതിക്കോളൂ എന്ന് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ബോധത്തിലേക്കാണ് എല്ലാവരും പോകുന്നതെന്നുള്ളതുകൊണ്ട് പിന്നെ അതിനകത്ത് വേറൊരു വഴിയില്ല. ബോധത്തിലെത്തിയേ പറ്റുള്ളൂ. ആരായാലും ബോധത്തിലെത്തിച്ചേരുക തന്നെ ചെയ്യും. ഒരുപാട് കരച്ചിലുകളുടെയും ദുഃഖത്തിൻ്റെയും അവസാനമാണ് ഈ ഒരു സ്റ്റേറ്റിലെത്തുന്നത്. ഏത് സ്റ്റേറ്റിലേക്ക്? ഈ ബോധത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കുറേ ജന്മങ്ങളുടെ അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. എല്ലാം ഈ പറഞ്ഞ പോലെ അപാകതകളിൽ കൂടി കടന്നുപോയി തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും, അതിന് സംശയമില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം അതിൽ കൂടെ കടന്നുകൊണ്ടാണെന്നാണ് ഞാനീ പറഞ്ഞത്. മനഃപൂർവ്വം നമ്മൾ ശരീരശാസ്ത്രവും ദുഃഖമില്ലാത്തതുകൊണ്ട് കുറച്ച് ദുഃഖം അനുഭവിക്കണം, അത് വെച്ചാൽ അങ്ങനെ പോകണ്ടെന്നാണ് പറഞ്ഞത്.